നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പ്രസിഡൻ്റാണ്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും. ബഹുമാനിയെയും രണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങൾ പറയുകയാണ്. ആദ്യമായിട്ട് ഇപ്പോൾ വാർത്ത കണ്ടത്, മുനമ്പം വിഷയത്തെക്കുറിച്ച് ഏതൊരു വലിയ മനുഷ്യൻ പ്രധാനമന്ത്രി ഏറ്റിട്ടുണ്ട്, ഇനി അതിനേക്കാൾ വലിയ ആൾ ആരാണ് ഇന്ത്യയിലെന്ന്. നല്ല ചോദ്യം. ഇവിടെ മരമണ്ട. ഒരു പ്രധാനമന്ത്രി ചോദിച്ചാൽ, ഒരു പ്രസിഡന്റ് ചോദിച്ചാൽ ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിയമമാണ് നോക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധികൾക്കില്ലല്ലോ. ഈ പ്രധാനമന്ത്രി വിചാരിച്ചാണല്ലോ ഇപ്പോൾ മറ്റേ സുപ്രീം നിയമം ഉണ്ടാക്കിയത്. സുപ്രീം കോടതി പോയിട്ട് എന്ത് സംഭവിച്ചു? ഈ സഭാ നേതൃത്വം, സഭയുടെ ആൾക്കാർക്ക് ഇത്ര മണ്ട ശിരോമണികളാണ്. പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ചത്. ഇപ്പോൾ വാക്ക് കൊടുക്കാണ്. 15 പേര് പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയേക്കാൾ വലിയ ആൾ ആരാണ് ഇന്ത്യയിൽ? അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു പ്രധാനമന്ത്രി നിങ്ങൾ പോലും അയാൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കാൻ പറ്റില്ല. ഇവിടെ നിയമമുണ്ട്, എഴുതപ്പെട്ട നിയമമുണ്ട്. ഇവിടെ ബ്രിട്ടനിലെ നിയമം പോലില്ല. ഇവിടെ ലിഖിതമാണ്. ബ്രിട്ടൻ നിയമം അലിഖിത നിയമമാണ്, പാരമ്പര്യമായിട്ട് വരുന്നതാണ്. ഇന്ത്യയിൽ ലിഖിത നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ആർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. ഇപ്പോൾ വഖഫ് ബില്ലിനെ പരിഷ്കരിച്ച വഖഫ് ബില്ല് സുപ്രീം കോടതി പോയപ്പോൾ നിയമം നോക്കുമ്പോൾ അത് ന്യായമല്ല, അന്യായമാണ്. ഒരു പ്രധാനമന്ത്രി നിങ്ങൾക്ക് 10-50 ലക്ഷം രൂപ തരാൻ പറ്റും. ഏതെങ്കിലും വ്യവസായം വിളിച്ചു പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി ചെയ്യുക, അത് ചെയ്യാം. ഈ ഒക്കെ ഭൂമിയുടെ ഇരിക്കുന്ന പ്രശ്നം അതെങ്ങനെയാണ് തീർക്കേണ്ടത്? ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട സഭാ നേതൃത്വം കുഞ്ഞാടുകൾ മനസ്സിലാക്കുക. അത് തികച്ചും സംസ്ഥാനം ഭരിക്കുന്ന കക്ഷി, സംസ്ഥാനത്ത് പ്രതിപക്ഷ കക്ഷി, വേണമെങ്കിൽ BJP കൂടി ചേർക്കാം. കാരണം രാജ്യഭരിക്കുന്ന കക്ഷി അതുകൊണ്ട് അവർ 3 കൂട്ടരും മറ്റ് 2 കക്ഷികളും വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന്, അല്ല ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് നിയമത്തിന് വെളിയിൽ തീർക്കാൻ നോക്കണം. നിയമം നോക്കിയാൽ നിങ്ങളുടെ കാലം കഴിഞ്ഞ് തീരാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കാത്തത്. അത് ഉപദേശിക്കാൻ ആരുമില്ലേ? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഞാനൊരു സാധാരണ മനുഷ്യൻ, ഒരു ഇന്ത്യൻ പൗരൻ പറയാം. അതിൽ ഒരു യോഗ്യത ഇല്ല. 70 വയസ്സുള്ള ഒരു വൃദ്ധൻ. പക്ഷെ ഇവിടെ നിയമമുണ്ട് സാർ, എഴുതപ്പെട്ട നിയമമുണ്ട്. റിട്ടൺ ലോ എന്ന് പറയും. ആ നിയമം അനുസരിച്ചല്ല ഇവിടെ ആർക്കും ഇടപെടാൻ പറ്റില്ല. പ്രധാനമന്ത്രി വിചാരിച്ചാൽ പോലും, പ്രസിഡന്റ് വിചാരിച്ചാൽ പോലും, പ്രസിഡന്റിനുള്ള പരമാധികാരി പ്രസിഡന്റ് വിചാരിച്ചാൽ പോലും നിയമത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് കണ്ട ഒരു വെളുത്ത ആളാണ്, ഞാൻ പേര് നോക്കാനുള്ള മനുഷ്യ. നിങ്ങൾ ഈ പാവപ്പെട്ട ആ സമുദായത്തെ ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെ നിരാശപ്പെടുത്തി പറ്റിക്കില്ലേ? അങ്ങനെ പ്രധാനമന്ത്രി വെച്ചാൽ തീരുമെങ്കിൽ അവര് പ്രധാനമന്ത്രിയല്ലേ ഒരു നിയമം ഉണ്ടാക്കി പാർലമെന്റിൽ പാസ്സാക്കി, പ്രസിഡന്റ് പോലും പാസ്സാക്കിയത്. ആ നിയമം കോടതി ചെന്നപ്പോഴെന്തോ പറഞ്ഞു, പുല്ല് വിലയില്ലാതെ പോയില്ലേ? കാരണം നിയമവിധേയമാണ്. നമ്മളെല്ലാം നിയമത്തിൽ വിധേയരാണെന്നേ. നിയമത്തെ അനുസരിക്കുക, ജീവിക്കുക ഇന്ത്യയിൽ പറ്റില്ല, ഒരു സ്ഥലത്ത് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പാവപ്പെട്ട സാധാരണക്കാരെ ആൾക്കാർ അവൻ്റെ കിടപ്പോടെ 3 വിഷമമുണ്ട്. പക്ഷെ നമ്മൾ കാര്യമുണ്ട്. നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ അതിൻ്റെ നൂലാമാലകൾ നോക്കണം. നമുക്ക് അറിവില്ലെങ്കിൽ നമ്മൾ അറിവുള്ളവർ ചോദിക്കും. അതാരാണ് അറിവുള്ളവർ? എഴുത്തുകാർ, അല്ലെങ്കിൽ വക്കീലന്മാർ, അല്ലെങ്കിൽ നാട്ടിലെ വിവരമുള്ള പരിചയമുള്ള ആൾക്കാർ. അവരോട് ചോദിക്കാതെ ഒരു വസ്തു ആരെങ്കിലും വാങ്ങിക്കുമോ? ഇത് തികച്ചും ആ കോൺഗ്രസ് നേതാവും അന്നത്തെ ഫറൂഖ് കോളേജിനും കളവ് നടത്തിയിരിക്കല്ലേ? അന്യായമായിട്ടില്ല. ആർക്കുണ്ട് അതിലേക്ക്? എത്ര പേരിലേക്ക് രേഖയുണ്ട്? ഈ പള്ളിക്ക് 2-3 ഏക്കർ സ്ഥലമൊക്കെ എങ്ങനെ കിട്ടുന്നു? ഏതെവിടെ വാങ്ങിച്ചു? അതുപോലെ റിസോർട്ട് 1 ലക്ഷം രൂപ ഡെയിലി വാടക വാങ്ങിക്കുന്ന ടൂറിസ്റ്റ് റിസോർട്ടും പെൺവായ്പ കേന്ദ്രമൊക്കെ നടത്താൻ ആര് അനുവാദം കൊടുത്തു? ആര് ലൈസൻസ് കൊടുത്തു? അപ്പം ഇതൊക്കെ അന്യായമാണ്. അതേ സ്ഥാനത്ത് അവിടെ അധിവസിക്കുന്ന സാധാരണക്കാരുണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ വിചാരം. അവർ ഇന്ത്യൻ എക്സ്പ്രസിന് കണക്കാക്കി 122 ഫാമിലിയാണ് ഉള്ളത്. ഇപ്പോഴും 650 ഫാമിലി എന്ന് പറഞ്ഞത്. 650 പേരുണ്ടെന്നാണ്. അതൊക്കെ കളവാണത്. നിങ്ങളുടെ ഈ കളവൊന്നും വിലപ്പോവില്ല. ഇന്ത്യയിൽ ഒരു എഴുതപ്പെട്ട നിയമം ഉണ്ടെങ്കിൽ അതിന് വിധേയമായിട്ട് എല്ലാവർക്കും പറ്റുള്ളൂ. അതുകൊണ്ട് അഭ്യാസം കാണിക്കേണ്ട, വീണ്ടും അഭ്യാസം കാണിക്കേണ്ട. നിങ്ങൾ മാനുഷികമായിട്ട് നിങ്ങൾ BJPയുടെ കൊടി കയറ്റി ബെഡ്റൂമിൽ കയറ്റിയിട്ട് അവിടെ ഈശോമിശ സ്തുതിയായി പറയുള്ളൂ. അല്ല, കാര്യം നടക്കില്ല. കാര്യം നടക്കണമെങ്കിൽ കോടതിക്ക് പുറത്ത് ഇതിലെ എല്ലാ കക്ഷികളും വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ സംഭവമുണ്ട്, നമ്മുടെ നാട്ടിലെ സഹോദരങ്ങളാണ്, അവർക്കൊരു വീഴ്ച പറ്റി, നമുക്ക് ഇങ്ങനെ പരിഹരിക്കാമെന്ന്
ഒരു മേശക്ക് ചുറ്റുമെന്ന് പരിഹരിച്ച് ഔട്ട് ഓഫ് വെയിൽ തീർത്തിട്ട് കോടതിയെ അറിയിക്കുക ഞങ്ങൾ ധാരണ. അപ്പോൾ കോടതി അതിൽ അംഗീകരിക്കും. അതല്ലാതെ എളുപ്പവഴിയൊന്നും ഇല്ല സുഹൃത്തെ. അത് വിട്ട് മറ്റൊന്ന്, തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ പേര് മാറ്റം രാജാവിൻ്റെ പേരിലാകുന്നു. എന്തോ ഒരു മുറവിളി, എന്തോ ഒരു ചെറിയ സംഭാഷണം കേട്ടു. ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ ശക്തമായ ഉറച്ച തീരുമാനം, ഇനി അങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങൾക്കും ആരുടെയും പേര് കൊടുക്കരുത്. അതാത് സ്ഥലം. ഇപ്പോൾ ട്രിവാൻഡ്രമാണ്, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. സ്ഥലം പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയുള്ളൂ. ഇത് ബോംബെ പട്ടണം പേര് മറ്റ് എറണാകുളത്ത് റോഡിൻ്റെ പേര് ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുക. ഈ അന്യനാട്ടിൽ വരുമൊക്കെ ഇത് എന്ത് ബുദ്ധിമുട്ടാണത്. ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ഒരു സ്വാമിയുടെ പേരിട്ടിരിക്കുക. സ്വാമിയുടെ പേര് ഇതിൽ നമ്മൾ കുറ്റമല്ല. പക്ഷെ അത് വേറെ ഏതെങ്കിലും റോഡുണ്ടാവും. അത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഓടുമ്പോൾ പിന്നെ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ് എറണാകുളം കൊച്ചിൻ അറിയാമല്ലോ. ഇത് സ്വാമി എന്തോ സുഭാഷ് ചന്ദ്രബോസ് എന്തോ റോഡ് ഇട്ട് കഴിഞ്ഞാൽ വരുന്നവർക്ക് അറിയാൻ പറ്റുമോ? നാട്ടുകാർ ചോദിച്ചാൽ അറിയൂ ഇത് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പറയുന്നത് സ്ഥലനാമം കൊടുക്കുന്നത് എല്ലാം സ്ഥലനാമമാണ്. ആ സ്ഥലത്തിൻ്റെ നാമത്തോടനുബന്ധിച്ചാണ് കൊടുക്കേണ്ടത്. ഇനി അഥവാ അങ്ങനെ നിങ്ങൾക്ക് പേര് മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ ഇട്ട പേര് രാജാവിൻ്റെ അല്ല വേണ്ടത്, അത് കാലഹരണപ്പെട്ടത്. പിന്നെ ആരുടെ ഗുരുദേവൻ എന്ന് കൊടുക്കാം. ലോകം അംഗീകരിച്ച ഒരു മനുഷ്യസ്നേഹി, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, മറ്റൊരു ഇച്ഛയില്ല, ലാഭേച്ഛ കൂടാതെ പ്രവർത്തിച്ച ആൾ, അദ്ദേഹത്തിന് പേര് കൊടുക്കാം. എന്തുകൊണ്ടാണ് രാജാവിന് കൊടുക്കാം നമ്മൾ? ഇന്നിപ്പം നമ്മുടെ സിനിമ നിർമ്മാതാവൊക്കെ ഉള്ളത്, സംവിധാനമൊക്കെയുള്ള ശ്രീനിവാസൻ പറഞ്ഞ് ബ്രാഹ്മിൽ നിന്ന് 32 അടി വൈശ്യരും ക്ഷത്രിയരും കേരളത്തിൽ പ്രസക്ത നേരെ നായരിലേക്ക് വിളി വന്നത്. അത് മതി. ബ്രാഹ്മിൻ കഴിഞ്ഞ് നായരാണ്. ഇവിടെ വൈശ്യരും ക്ഷത്രിയരും കേരളത്തിൽ എത്തിയില്ല. അപ്പോൾ 32 അടി ബ്രാഹ്മിൽ നിന്ന് നായർ മാറിയേക്കണം. നായരിൽ 32 അടി ഈഴം മാറിയേക്കണം. ഈഴയിൽ 32 അടി തൊട്ട് താഴ്ന്ന കേൾക്ക്. അതിൽ 30 പിന്നെ പുലയൻ ദളിത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. മുലക്കരം ചുമത്തുക, അല്ലെങ്കിൽ അന്യാധിയുടെ പല നിയമങ്ങൾ ഉണ്ടാക്കിയത് ഒരു രാജാവെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ രാജഭരണ കാലത്ത് തന്നെയാണ് നടന്നിരിക്കുന്നത്. മുല മറക്കാൻ പാടുള്ളത് കാലമുണ്ടായിരുന്നു, റോഡ് നടക്കാൻ പാടുള്ളത് കാലമുണ്ടായി. അന്നൊക്കെ ഈ രാജാക്കന്മാർ ജീവിച്ചതില്ലേ. എന്നിട്ട് വൈക്കം സത്യാഗ്രഹ സമരം നടത്തുന്ന ആരാണ്? ഗാന്ധിജി ഗുരുദേവനൊക്കെ ഇടപെട്ട് ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ, പിന്നെ മുസ്ലിം ഭരണാധികാരികൾ, അവരെല്ലാം കൂടെ ശ്രമിച്ചിട്ടാണ് ഒരു അങ്ങനെ ഭാഗികമായിട്ടെങ്കിലും. അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഗുരുദേവൻ്റെ ആൾക്കാരെന്ന് പറയുന്ന വെള്ളാപ്പള്ളിയും സുരേന്ദ്രനൊക്കെ മനസ്സിലാക്കണം. നിങ്ങളുടെ പൂർവികരായ ഒരു ഈഴവൻ ഒരു അംബാസഡർ കാർ വാങ്ങിയിട്ട് വൈക്കം അമ്പലത്തിൻ്റെ പുറകെ സൈഡിലുള്ള റോഡ് കയറാൻ പറ്റില്ല. അയാൾ ഒരു 5-6 കിലോമീറ്റർ അകലെ ഇറങ്ങി പാടത്തോടി നടന്നിട്ട് അമ്പലത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ് വന്ന് കയറി ഒരു 4 വണ്ടിയിൽ ഓടിച്ചു കൊണ്ടുവന്ന്. ഇതൊക്കെ ഉണ്ടായ സംഭവം കെട്ടുകതയല്ല. അത്രമായ മോശമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ കൂട്ടുന്ന ഒരു രാജഭരണം, അതൊക്കെ പെട്ടുപോയി. രാജകാലത്ത് യുവം കഴിഞ്ഞ് അത് വീടെന്ന് പറഞ്ഞ മുറവിളി. ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്ന് മനസ്സിലാക്കണം. ട്രിവാൻഡ്രം കേന്ദ്രമായിട്ട് ഒരു മനുസ്മൃതി ടീം വളർന്നു വരുന്നുണ്ട്. മനുസ്മൃതി ടീം അതിൻ്റെ ഉദ്ദേശം അതൊന്നും പറ്റില്ല. കേരളത്തിൽ നടക്കുന്നതായിരിക്കണ്ട. കേരളത്തിൽ നടക്കും. നിങ്ങൾ ഗുരുദേവൻ്റെ പേരിട്ടോ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ആരുടെയും പേരുണ്ട ആ സ്ഥലനാമം. ഇപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതെന്താ കുഴപ്പം? ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്താ കുഴപ്പം? അല്ലെങ്കിൽ ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. എന്നിട്ട് ഒരു പ്രധാനമന്ത്രിയുടെ ഇന്ദിരാഗാന്ധി, നെഹ്റു, ഗാന്ധി, അങ്ങനെയൊക്കെ പേരൊക്കെ പോട്ടെ. നമ്മൾ പറയില്ല, പുതിയതായിട്ട് ഒരു പേരും വയ്ക്കരുത്. ഒരാളുടെ പേരും പുതിയ വയ്ക്കരുത്. വയ്ക്കുന്ന ആ സ്ഥലനാമം എന്താ ആ നാമത്തെ പറയുമോ. അപ്പോൾ പബ്ലിക് വരുന്നവർക്ക് അറിയാൻ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊക്കെ ഞങ്ങൾക്ക് അമിതമായ അമർഷമുണ്ട്. മറ്റൊന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ജോർജ് ഈഡൻ, എനിക്ക് പേര് വിളിക്കാം, കാരണം എൻ്റെയൊക്കെ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രൊഫസറാണ് ജോർജ് ഈഡൻ. അദ്ദേഹത്തിൻ്റെ മകൻ IB ഈഡൻ. ഞാൻ ആ പയ്യനെ സ്തുതിക്കാന്ന് അറിയുമോ? വേറെ ആരായിരുന്നെങ്കിലും, പയ്യനല്ലേ 40-45 വയസ്സൊക്കെ ഉള്ളൂ, ആരായിരുന്നെങ്കിലും സഭയുടെയും ക്രിസംഖികളുടെയും സംഘികളുടെയൊക്കെ വാക്ക് കേട്ട് പിന്നെ കോൺഗ്രസിനെ പോലും ധിക്കരിച്ചുകൊണ്ട് പിന്നെ വഖഫ് പരിഷ്കരണ ബില്ലിന് സപ്പോർട്ട് ചെയ്തതിനെ. പക്ഷെ മിടുക്കനായ IB ഈഡൻ ചെയ്തില്ല. അത് ഇന്നാൾ നടന്നത്. അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞ് കേരളത്തിൽ KPC പ്രസിഡന്റ് ഉണ്ടെങ്കിൽ IB ഈഡനെ പോലുള്ള വയ്ക്കുക.
മിടുക്കനാണ്, വിദ്യാഭ്യാസമുണ്ട്, സമർത്ഥനാണ്, കാര്യങ്ങൾ പോലുണ്ട്, സിമ്പിളിനാണ്. പേഴ്സണാലിറ്റി മസ്റ്റാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ, ഈ രാഷ്ട്രീയത്തിൽ പേഴ്സണാലിറ്റി മസ്റ്റാണ്. എല്ലാത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് എല്ലാം ഉള്ള ആളാണ്. അത് നിങ്ങളാക്കൂല. അത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ജോസ് മാണിയുടെ മകൻ ജോസ് കെ മാണി ചെയ്ത പോലെ ആ നീചമായ പ്രവൃത്തി ചെയ്ത് ആ ബില്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് IBയുടെ സ്ഥിതി എന്തായിരുന്നു, എന്താകുമായിരുന്നു പാർട്ടിയിൽ? പക്ഷേ മിടുക്കനായ IBയുടെ ചെയ്തില്ല. അവിടെയാണ് ഞങ്ങൾ കാണുന്ന അടിയൊഴുക്ക് മനസ്സിലാക്കിയിട്ടും വളരെ ആഴത്തിലും അവർ മനസ്സുപോലും പഠിച്ചിട്ടാണ് ഞങ്ങൾ പൊരുത്തി പറഞ്ഞത്. അന്ധമായിട്ട് ഒരാൾ ഞങ്ങൾ പൊരുത്തി പറയില്ല. എൻ്റെ സമുദായപ്പെട്ടതിനുള്ള അൻവർ ഞാൻ പൊരുത്തി പറയാത്തത്. അൻവർ കാണിക്കുന്നത് നീചമായ പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം. ഇവിടെ ജോർജ് ഈഡൻ എൻ്റെ പാർട്ടി ജാതിയൊന്നുമില്ല, ക്രിസ്ത്യൻ സമുദായപ്പെട്ട പയ്യനാണ്. അദ്ദേഹത്തെ ഞാൻ പുകഴ്ത്തിയല്ല, അദ്ദേഹത്തെ ഞാൻ നല്ല രീതിയിൽ പറയുമ്പോൾ അൻവർ മണ്ടിത്തരം. അയാൾ രാഷ്ട്രീയക്കാരല്ല, അയാൾ പണം ഉണ്ടെന്നുള്ള പ്രതാപം കൊണ്ട് നടക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാരോടും UDFകാരോടും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഇതൊരു ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്, ഇതൊരു ശാസ്ത്രീയ കൂട്ടായ്മയാണ്. ഇത് മൂന്നും ഒരിക്കലും തെറ്റില്ല. അൻവറിൻ്റെ മനഃശാസ്ത്രം പറയാണ്. അൻവർ നിങ്ങൾ മനസ്സിലാക്കണം, അൻവർ പിണറായി വിജയന്റെ ചാരനാണെന്ന് മൊയ്തീൻ ഷാ പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും അത്? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അടുത്ത കാലത്ത് പിന്നോക്ക സമുദായങ്ങൾ 7 വിഭാഗവും ഹിന്ദു സമാജത്തിലോട്ട് ആകുന്നതെന്ന് പോകണം. എന്താണ്? മുസ്ലിം പ്രീണനം ഒന്നുണ്ട്. സത്യത്തിൽ ഒരു മുസ്ലിം ഒരു പ്രീണനം ചെയ്തിട്ടില്ല. അതൊരു തുറന്ന് പറയുന്നില്ല. പറഞ്ഞവല്ലേ, പറഞ്ഞാൽ അത് ക്ഷീണം ചെയ്യില്ലേ? അത് പറയാൻ പറ്റുമോ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? പിണറായി സഖാവും LDFും ഭൂരിപക്ഷ സമുദായത്തിന്, ഇവിടെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമുദായമാണല്ലോ കണക്കാക്കുന്നത്, അല്ല RS ആയിട്ടില്ല. സംഘം തന്നെ ഹിന്ദുവായിട്ട് കണക്ക്. ഭൂരിപക്ഷ സമുദായത്തിന് അനുകൂലം ചെയ്യുന്നുണ്ടെന്ന് അൻവറെ പോലുള്ള മുസ്ലിമിനെ കൂടി പറയിപ്പിക്കണം. ഇത് AKG സെന്ററിൽ റിസർച്ച് വീക്കിൽ നിന്ന് വന്നതാണെന്ന് 100-200 കിലോമീറ്റർ അകലെ നിന്ന് മൊയ്തീൻ ഷാ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. അൻവർ വന്നിരിക്കുന്നത് കോൺഗ്രസ് നന്നാക്കാനല്ല. അതായത് ഹിന്ദു സമുദായത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDFും അകന്നു പോരുന്നു. ആ അകൽച്ച മാറ്റാൻ വേണ്ടി മുസ്ലിമായ ഒരു അൻവറിനെ, സാധാരണ മുസ്ലിം കിട്ടിയാൽ പോരാ, ഈ ചക്കരക്കും കള്ളും ചെത്തുന്നതായിരിക്കണം, പണത്തിന് വേണ്ടി പോകുന്നതായിരിക്കും, അല്ലാതെ യഥാർത്ഥ ഒരു മുസ്ലിം കിട്ടിക്കാരില്ല. അങ്ങനെ പണത്തിന് പുറകിൽ അധികാരത്തെ പുറത്ത് പോകുന്ന യാതൊരു തത്വദീക്ഷയും യാതൊരു ഒരു പിന്നെ പോളിസി ഇല്ലാത്ത അൻവറിനെ വിട്ടില്ലേന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സതീഷ നിങ്ങൾ മനസ്സിലാക്കണം, രമേശ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അല്ലെങ്കിൽ ഇയാൾ അടിയൊഴുക്കുണ്ട്, ഇയാൾ ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു കാര്യം സംഭവം വളരെ വ്യക്തമാണ്. കേരളത്തിൽ അടുത്ത 26 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 50 മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം ഗുരുതരാവും. അങ്ങനെ കൊടുക്കുമ്പോൾ നിലമ്പൂർ ജോയിക്ക് കൊടുത്ത്, അങ്ങനെ ഒരു അൻവർ നിങ്ങൾ എവിടെ 50 പേർക്ക് കൊടുക്കും? കൊടുത്താൽ മതിയോ? ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് കൊടുക്കണ്ടേ? ഇപ്പോൾ ജാതി മാത്രം ഉപജാതി നോക്കുന്നിടത്ത് ഭൂരിപക്ഷം ഇല്ലെങ്കിലും നല്ല ശതമാനം മുസ്ലിങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 50 സീറ്റ് പിന്നെ എവിടെ കൊടുക്കണോ? അതാ പറഞ്ഞത്, അൻവറിന് യാതൊരു ദീർഘവീക്ഷവും ഇല്ല. അവൻ്റെ അപ്പോഴത്തെ ലാഭം വിശ്വസിക്കാനത്രേ ഉള്ളൂ. ഇപ്പൊ കുഞ്ഞാക്കയും CH മുഹമ്മദ് തമ്മിൽ വ്യത്യാസത. കുഞ്ഞാക്ക പിന്നെ ബിസിനസ് മൈൻഡാണ്. CH അല്ല, ജാതി സ്നേഹം അല്ലെങ്കിൽ സമുദായ സ്നേഹം അല്ലെങ്കിൽ രാജ്യസ്നേഹമുള്ളതാണ്. അതാണ് കുഞ്ഞാക്കയും CH മുഹമ്മദ് സാഹിബിന് വ്യത്യാസം. മനസ്സിലായോ? കുഞ്ഞാക്ക എപ്പോഴും ബിസിനസ് മൈൻഡാണ്. അതേ സ്ഥാനത്ത് അതുപോലെ ബിസിനസ് മൈൻഡാണ് അൻവറിന്. അൻവർ കാണിക്കുന്നത് ആ ഒരു കോൺഗ്രസിലെ ആ ആര്യാടൻ്റെ മകനോട് കാണിക്കുന്ന ആ വെറുപ്പും ഇതും വഞ്ചനയാണ്, കോൺഗ്രസിപ്പാണ്. അവിടെ ആര്യാടൻ നിന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാവുള്ളൂ. മറ്റേ ആര് നിന്നാലും പ്രശ്നങ്ങളുണ്ടാവും. കാരണം വോട്ട് എന്നൊരു അൻവറിൻ്റെ കയ്യിലല്ല കിടക്കുന്നത്, വോട്ട് ഓരോരുത്തർ കൈ കിടക്കാണ്. അവർ ചില ആഗ്രഹങ്ങളും ആശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, അവൻ്റെ തല്ലിൽ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യത്തിൽ അവൻ വോട്ട് മറിച്ച് ചെയ്യും. മറിച്ച് എന്ത് സംഭവിക്കും? ജോലിയോട് ജയിക്കുകയില്ല, ഒരു സീറ്റും പോയി, പ്രശ്നമാവും. ഇത്തവണ നിലമ്പൂര് UDF ജയിച്ചേ തീരൂ. അതുപോലെ ജയിച്ചേ തീരൂ LDF എന്ത് കളിയും കളിക്കും. ഇപ്പം ഞങ്ങൾ ചിന്തിക്കുന്നത്, ഞങ്ങളുടെ മനഃശാസ്ത്ര ഗ്രൂപ്പ് പറയുന്നത് ഈ അൻവറിനെ മുഴുവൻ നമ്പാൻ പാടില്ലെന്നാണ്. കളിയുടെ പോക്ക് അങ്ങനെ കാണുന്നത്.
അൻവർ മനഃശാസ്ത്രമാണ്, സൈക്കോളജിയാണ്. അൻവർ സ്വമേധയ വന്നതാണ് എങ്കിൽ അയാൾ ആ പാർട്ടി വിറ്റപ്പോൾ LDF-ൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉടനെ ബുദ്ധിമാനാണ് ഈ ചേക്കേറിന് ഇവിടെ UDF-ൽ. അല്ലെ UDF-ൽ ചേക്കേറാനുള്ള കടലാസ് ഓക്കെ ആക്കിയതിന് ശേഷമാണ് ആ മണ്ടന് LDF-ൽ പോരാവൂ. ഇത് LDF-ൽ പോകുന്ന ശേഷം UDF-ൽ ചേക്കേറിൽ മാത്രമല്ല കളി മുഴുവൻ കളിച്ച്. എത്ര കളി കളിച്ച്? യാതൊരു സാധ്യത കളി കളിച്ച് ഒരു സംഘടന ഉണ്ടാക്കി. ആരോടും അൻവർ സ്വാതന്ത്ര്യ സേനാനിയോ വാപ്പ പണ്ടുണ്ടായിരിക്കാം, നിങ്ങളതാണോ? അതുകൊണ്ട് അൻവറിൻ്റെ പ്രവൃത്തി UDF-നെ സഹായിക്കാനാണോ എന്ന കാര്യത്തിൽ സതീശ, ഞാൻ ഇന്നലെ പൊക്കി പറ്റിയ സതീശോട് പറയാണ്, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം, നിങ്ങളത് മനഃശാസ്ത്രമായിട്ട് സംസാരിക്കണം. അയാളുടെ മനസ്സ് ഹിപ്നോട്ടൈസ് ചെയ്ത് മനസ്സ് അറിയണം, അല്ലെങ്കിൽ അപകടമാണ്. അയാൾ ഇപ്പോഴും പറഞ്ഞല്ലോ, അൻവർ ഈ ആര്യാൻ്റെ മോനെ നിർത്താൻ തയ്യാറല്ല, അയാൾ നിൽക്കുന്നില്ല, അയാൾ ജോലി നിർത്തുകയാണ്. അത് എന്ത് തട്ടിപ്പാണെന്നറിയോ? കാരണം നിലമ്പൂർ പോലും ഒരു മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിർത്താൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എവിടെ കൊണ്ട് ഈ 50 പേര് നിർത്തും? കേരളത്തിൽ 50 പേര് കൊടുക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി നിങ്ങളായിക്കോ, യാതൊരു സംശയമില്ല. നമ്മൾ കുറ്റം പറഞ്ഞില്ല, ഞങ്ങൾ കുറ്റം പറഞ്ഞില്ല. ഈഴവനോ ക്രിസ്ത്യാനിയോ പിന്നെ നായർ ആരും ആയിക്കോട്ടെ, നമ്മൾ 100 പേരിൽ ഒരു വോട്ട് കിട്ടുന്നതാണ് നായർ വിഭാഗം, 100 പേരിൽ ഒരു വോട്ട് കിട്ടുന്ന ഈഴ വിഭാഗം, 100 വോട്ടിൽ 5 വോട്ടാണ് കിട്ടുന്നത് ക്രിസ്ത്യൻ വിഭാഗം. എന്നിട്ട് ഞങ്ങൾ നിങ്ങളായിക്കോ. പക്ഷേ മെമ്പർഷിപ്പ് എണ്ണം അത് 4 കണക്കാക്കി 40% എന്ന് പറയുമ്പോൾ 56 പേര് വരും. 6 പൊട്ട് 50 പേർക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ UDF പ്രഖ്യാപിച്ചില്ലെങ്കിൽ അത് ഒരു 20 സീറ്റുകളിൽ ലീഗിന് കൊടുക്കാൻ പാടില്ല. ബാക്കി 30 സീറ്റും ഔട്ട് ഓഫ് ലീഗ് എന്ന കോൺഗ്രസ് ആൾക്കാർ, അല്ലെങ്കിൽ UDF മറ്റു മുസ്ലിം ഉൾപ്പെടെ ആര് വേണം നിങ്ങൾ തീരുമാനിച്ചോ, ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല. നിങ്ങൾ ഏതാളും വെച്ചോ, ജയിക്കാൻ സാധ്യതയുള്ള വെച്ചോ. പക്ഷെ ഈ സമുദായത്തിൽ കിട്ടിയിരിക്കണം. അൻവറിന് MLA ആവണം, കഴിക്കും മന്ത്രിയാവണം. CP ജോൺ MLA മന്ത്രിയാവണം. അതിൽ കവിഞ്ഞ ചിന്ത അവർക്കില്ല. ഞങ്ങളല്ല, ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർ പോലും പോലെ ഞങ്ങളുടെ ആൾക്കും MLA സ്ഥാനം വേണ്ട. പക്ഷേ സമുദായത്തിൽ കിട്ടും. എന്തുകൊണ്ട് പറയുന്നത്? അതാണ് ജനസംഖ്യാനുപാതികമായ സംവരണം വേണ്ടത് പറയുന്നത്. അവിടെ നീതി, സോഷ്യൽ ജസ്റ്റിസ്. അതിനാണ് പിന്നെ രാഹുൽജി പറഞ്ഞത് ജാതി സെൻസസ് എടുക്കണം. അപ്പോഴും അതെന്താണ് നീതി കിട്ടുള്ളൂ, സാമൂഹ്യ നീതി ഉണ്ടാവുള്ളൂ, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവുള്ളൂ. ഇതാ ഞങ്ങൾ മൊയ്തീൻ ഷാ പറഞ്ഞല്ല. മൊയ്തീൻ ഷാക്ക് പ്രതി ഒരു താല്പര്യമില്ല, ആരോടും പ്രതി താല്പര്യമില്ല. ആര് നല്ല കാര്യം അത് സ്വീകരിക്കും. ഞങ്ങളെല്ലാം പ്രശ്നാധിഷ്ഠിതമാണ്. അല്ല, ഞങ്ങൾക്ക് അന്ധമായി RS വിരോധമില്ലാത്തത്, അന്ധമായി BJP വിരോധമില്ല, പ്രശ്നാധിഷ്ഠിതമാണ്. പറ്റിയാൾക്ക് RS ആണോ പറ്റക്കൊള്ളില്ല, അല്ലെങ്കിൽ RS ആണോ കോൺഗ്രസ് മതി, അങ്ങനെയൊന്നുമില്ല, പ്രശ്നാധിഷ്ഠിതമാണ്. അപ്പോൾ അൻവറിൻ്റെ ഹിപ്പോണ്ടിസ് ചെയ്ത് അൻവറിൻ്റെ പ്രവൃത്തി ഒന്ന് ശ്രദ്ധിക്കുന്നത് UDF നല്ലതാണ് പറയാണ്. അല്ല, ഇപ്പോൾ ഈ സാഹചര്യമാണ് അയാൾ പറ്റൂലെന്നോ. അനിൽകുമാർ മെയിൻ ആളാണല്ലോ ഇപ്പോൾ നിലപോലെ ചാർജ് കൊടുത്ത കോൺഗ്രസ്. ആ അനിൽകുമാറിലെ ലാസ്റ്റ് ഇന്ന് നടച്ച ചർച്ചയിൽ പോലും അയാൾ സമ്മതിക്കുന്നില്ല അൻവറിനെ പിന്നെ അദ്ദേഹത്തിൻ്റെ മകനെ വഹിക്കാൻ. അപ്പം അയാളുടെ ഉള്ളിൽ മനസ്സിലായില്ലേ, ഇത് കോമൺ പ്ലാറ്റ്ഫോമിൽ പറ്റാണ്. ഒരു സാധാരണ ജനറൽ സൈക്കോളജി, സാധാരണ ഒരു മനഃശാസ്ത്രം പറയാണ്. 50 സീറ്റിൽ കൊടുക്കുന്നിടത്ത് നിലമ്പൂർ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വച്ചില്ലെങ്കിൽ പിന്നെ എവിടെയോ അൻവറെ വഹിക്കേണ്ടത്? നിങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുക്ക്, ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഈ ഞങ്ങൾ ഒരു മൊയ്തീൻ ഷായില്ല, കേരളത്തിലെ 40% വരുന്ന 38% വോട്ടുള്ള വിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്നത്. അവർ ഞങ്ങൾക്ക് അതായത് ഖലീലെ മില്ലത്ത് എന്ന് പറയുമ്പോലെ ആ സമുദായത്തിൽ കൂടി ബാധിക്കുന്ന പ്രസ്ഥാനങ്ങൾ സമുദായത്തിൽ കൂടിയാണ്, അല്ല സമുദായത്തിൽ മാത്രമല്ല. ഞങ്ങൾ പറഞ്ഞില്ലേ, സ്വന്തം സമുദായത്തിൽ വേണ്ടി നിന്നാലേ അത് നിലനിൽപ്പുള്ളൂ. പക്ഷെ വളരണമെങ്കിൽ സമൂഹത്തിൽ നിൽക്കണം. അത് ആ സമൂഹത്തിൽ എല്ലാ ജാതിയും വരും. ഇത് രണ്ടുമാണ് പോളിസി, അതാണ് ഫിലോസഫി. ഞാൻ ഒരിക്കലും പറയാം, സ്വന്തം സമുദായത്തിൽ സ്ഥാനമില്ലാത്ത നിലനിൽപ്പില്ല. ഇപ്പോൾ അസംഘടിത ഉരുണ്ട് കളിക്കാണ്ടില്ലേ, അസൽ സമുദായത്തിൽ പേരില്ല, ഇല്ല ഉണ്ടാക്കാൻ നോക്കിയില്ല, അസൽ ഒന്നും നോക്കിയില്ല, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്രയും 40% മുസ്ലിങ്ങളുള്ള കേരളത്തിൽ എടോ ഹസൻ സാഹിബേ, നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല? 10% ഗ്രൂപ്പിൽ നിങ്ങൾ രമേശ് ഗ്രൂപ്പ് എത്ര ഉണ്ടാക്കി, സതീഷ് എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കിയടോ, KC വേണു എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കണം, ശശി തരൂർ ഉണ്ടാക്കുന്നു, PD സതീശൻ ഉണ്ടാക്കുന്നു. ഈടോ കഴിവില്ലാത്തവനെ ഹസൻ സാഹിബേ, നിങ്ങൾ 40% നിങ്ങളുടെ വർഗം ഉണ്ടല്ലോ കേരളത്തിൽ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയില്ല? അതിനർത്ഥം നിങ്ങൾ അൺഫിറ്റത്താണ്. നിങ്ങളെൻ്റെ ശത്രുവൊന്നുമല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. പക്ഷെ പ്രവൃത്തി വിലയിരുത്തും, നിങ്ങൾ പ്രവൃത്തി നിങ്ങൾ വിലയിരുത്തും. ഇപ്പോൾ IB കുറിച്ച് പറയുന്നത്
എൻ്റെ ബന്ധു അല്ലെങ്കിൽ എൻ്റെ മകനല്ലോ ആണോ? പക്ഷെ അത് കാര്യമുണ്ട്, അത് വേണം. നിങ്ങൾ മണ്ടം കാണിച്ച് പണ്ട് TH മുസ്താ സാഹിബിയുടെ വലിയ ആളായിട്ട് വന്നു. ആ മുസ്താ സാഹിബ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല. പക്ഷെ പുള്ളിയെ കുന്നത്താളിൽ പുള്ളിയുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി, അല്ലാതെ സംസ്ഥാന ലെവലിൽ ഉണ്ടാക്കിയില്ല. എന്നിട്ട് കർണാടക കാല് പിടിച്ച് മരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കർണാടക അവസാനം അവൻ്റെ മന്ത്രിസ്ഥാനം കൊടുത്തത്. ഏത് വകുപ്പ് നശിക്കുന്ന വകുപ്പാണ്. പുള്ളി അത് വീണ്ടും കളിച്ച് അത് പിടിച്ചു വന്നു. അപ്പോൾ ഹസൻ സാഹിബ് പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയില്ല? നിങ്ങൾ എന്താണ് ആനയുടെ പുറകെ പോണത്? ആനയുടെ ആൾക്കാർ എത്രയുണ്ട്? 10% ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മൊയ്തീൻ ഷെയ്ഖിൻ്റെ ഒരു അറ്റത്തോൽ നിങ്ങൾ ചിന്ത വരുന്നില്ല. ആനയുടെ എർത്തായി നിന്ന് വോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ പോയി വെല്ല് പൊക്കി കാണിക്കുന്നല്ലാതെ നിങ്ങൾ എന്തോടോ സ്വന്തമായിട്ടൊരു പത്രസമ്മേളനം നടത്തി തുടങ്ങിയത്? ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ കൺവീനർ കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ പത്രസമ്മേളനം തുടങ്ങിയത്. അല്ലെങ്കിൽ നിങ്ങൾ പത്രം കൊടുക്കില്ല, ആനയുടെ പുറകിലൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ രമേശ് പുറകിലൊക്കെ ഉള്ളൂ. അതല്ലടോ വ്യക്തിത്വം. നിങ്ങളുടെ വ്യക്തിത്വം കാണിക്കണം, നിങ്ങളുടെ പ്രൗഢി കാണിക്കണം. നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് വൈ നോട്ട്? നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കോൺഗ്രസ് ഗ്രൂപ്പ്, എല്ലാവരും ഗ്രൂപ്പ് ഉണ്ടാക്കുകയെങ്കിൽ വിജയിച്ചില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം പെടും. അപ്പം അങ്ങനെ വരുമ്പോൾ അൻവറിനെ മാത്രം നിങ്ങൾ നമ്പരുത്. അഥവാ അൻവർ നമ്പാണെങ്കിൽ അത് ഒന്നുകൂടി അടിവരെ ഇട്ട് വേണം, ഒന്ന് മനസ്സിലാക്കി വേണം, അന്ധമായിട്ട് വിശ്വസിക്കരുത്. ഈ പറയുന്ന ഒരു കപ്പാസിറ്റി ഒന്നും അൻവറിന് നിലമ്പൂരില്ല. കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ല. അയാളൊരു പണക്കാരൻ വന്നു. അന്ന് LDF നിന്നിട്ട് ജയിച്ചു വന്നല്ലേ. LDF സപ്പോർട്ട് കിട്ടി, പിന്നെ കുറച്ച് മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് അവിടെ എല്ലാവരും ജയിക്കുമോ? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമല്ലേ, കഴിഞ്ഞ പ്രാവശ്യം നിന്നുകൊണ്ട് പ്രകാശ് നിർത്തിയപ്പോൾ കുറച്ചത്തേത് ഒരു മുന്നോട്ട് പോയി. അപ്പോൾ ഇതാണ് ഞാൻ ആ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ കാര്യങ്ങൾ പ്രശ്നം ബുദ്ധിമുട്ടാണ്. പിന്നെ IAS കുറിച്ച് പറയുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞേ, IAS ആ മഹതി നല്ല പാവം, നല്ല ശുദ്ധമായ മനസ്സുള്ള ഒരു സ്ത്രീ യുവതിയാണ്. അല്ലെങ്കിൽ നമുക്ക് അഭിമാനമുണ്ട്. പക്ഷേ അവർ അടിയൊഴുക്ക് മനസ്സിലാകുന്നില്ല, തിരിച്ചറിവൊന്നും കാണിക്കുക, അറിവുണ്ട്, തിരിച്ചറിവ് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ രാകേഷിന് വേണ്ടി പിന്നെ പൊക്കി പറയേണ്ട കാര്യം എന്താണ്? നിങ്ങൾ അവർ IAS കളക്ടറല്ലേ. ഇപ്പം 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, അവർ ജൂനിയർ ആയിരുന്ന ഈ പറഞ്ഞ അയ്യരെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മെയിൻ ആൾ സീനിയർ IAS സ്ഥാനത്ത് കൊടുത്തു പറഞ്ഞത്. മറ്റൊന്ന്, ഇപ്പോൾ വർക്കലയിൽ ഏതൊരു വസ്തു 1 കോടിയോളം വിലയുള്ള വസ്തു സർക്കാർ മുതൽ കിട്ടാൻ മുൻപ് അവർ പറഞ്ഞ ആ പഴയ ആൾക്ക് കൈവശക്കാരന് കൊടുത്തൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആരോപണം വരുന്നുണ്ട്. അതിപ്പോൾ ഇലക്ഷൻ വരുമ്പോഴല്ലോ ആരോപണമൊക്കെ വരുന്നത്. ഒരു പെണ്ണിനെ കുറിച്ച് കല്യാണം ആലോചിക്കുവാണ് അവളുടെ തെറ്റൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ആരും അറിയില്ല. അതുപോലെയാണ് രാഷ്ട്രീയത്തിൽ വരാമോ പ്രത്യേകിച്ചും. അപ്പോൾ ഞാൻ മോളേന്ന് വിളിക്കാം, ചെറുപ്പമല്ലേ, നിങ്ങൾ കുറച്ചുകൂടി പക്വതയും പാകതയും കാണിക്കണം. അപ്പോൾ അവർ പറയുന്നത് അവർ പാതിയാണ്, പതയല്ല. ഇത് എന്തൊക്കെ പറഞ്ഞാലും മുരളീധരൻ പഴയ സീനിയർ കോൺഗ്രസ് നേതാവല്ലേ, ആ മുരളീധരനെ കുറിച്ച് പറഞ്ഞപ്പോഴും അവർ മുരളീധരൻ പറഞ്ഞ പതയല്ല, എൻ്റെ പാതയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രാസൊപ്പിക്കും. അങ്ങനെ IAS ആയിരിക്കുമ്പോൾ വാക്കുകൾക്ക് രാഷ്ട്രീയക്കാർ കൂടുതൽ അടിയൊഴുക്കും, അല്ലെങ്കിൽ ഭാഷ ശൈലിയൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നാക്കും നിങ്ങളുടെ അവകാശം, അത് കുഴപ്പമില്ല. പക്ഷേ രാകേഷിനെ പോലെ പാർട്ടിക്കാരന് നിങ്ങൾ കീഴിൽ ചെയ്യുന്ന ജീവനക്കാരല്ല പാർട്ടിക്കാരൻ. പ്രൈവറ്റ് സെക്രട്ടറി, അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത് സർക്കാർ ഉദ്യോഗസ്ഥനൊന്നുമല്ല. സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് മാറിക്കഴിഞ്ഞ് നേരെ പോണ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇത് പുള്ളി നേരെ പോയത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് സഹപ്രവർത്തകർ എന്ന് പറയുന്നത് എൻ്റെ അർത്ഥവ്യാഖ്യാനം നോക്കണം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അപകടം തന്നെയാണ്. ഇനിയിപ്പോൾ ആരോപണങ്ങൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ ശുദ്ധഗതിയാണ്. പക്ഷേ ശുദ്ധഗതി ദുഷ്ടൻ ഇതാണ്, പാവപ്പെട്ട ദുഷ്ടഫലം ചെയ്തു തമ്മിൽ നിങ്ങളുടെ ശുദ്ധഗതി നിങ്ങൾക്ക് തന്നെ ആപത്തുണ്ടാക്കും. അതാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഒരു കാര്യം പറയാം, വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാമെന്ന് പറയുന്ന ചില ക്രിസംഖികളും മറ്റ് ആൾക്കാർ പറയുന്നതിലും അല്ല ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ കേരള പൊളിറ്റിക്സ് പോകുന്നത്. കേരള പൊളിറ്റിക്സ് പോകുന്നത് വളരെ ആഴത്തിലും വളരെ വ്യക്തമായിട്ടുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അൻവറൊക്കെ കളിച്ചാലും മറ്റാര് കളിച്ചാലും ഈ UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അവരെന്തൊക്കെ ഉഴപ്പ് കാണിച്ചാലും ഒരു തെറ്റുമില്ല, അധികാരത്തിൽ വന്നേ തീരൂ. കഴിഞ്ഞ 2050 വരെയെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF
ആണ് അധികാരത്തിൽ വരുന്നത് സാധ്യമല്ല വരാമെന്നത് കറക്റ്റായി പറയുന്നത്. പക്ഷെ അവിടെയെല്ലാം കാണുന്നൊരു ഒരു കാര്യമുണ്ടല്ലോ, ഒരു മുന്നണി സമ്പ്രദായം എന്ന് പറയുമ്പോൾ, ഒരു മുന്നണി രാഷ്ട്രീയം എന്ന് പറയും. കേരളത്തിൽ നിന്ന് ആ മുന്നണി സമ്പ്രദായം ആദ്യം വന്നത് അത് CH മുഹമ്മദ് സാഹിബ്, കരുണാകരൻജി, PK വാസുദേവൻ അങ്ങനെയുള്ള പിന്നെ തങ്ങളൊക്കെ ചേർന്ന് വേണം മുന്നണി, ബാലകൃഷ്ണ ചേർത്ത മുന്നണി, അതാണ് കേരള സംഭവിച്ചത്. ആ മുന്നണി സമ്പ്രദായം വരുമ്പോഴേ രാഹുൽ ഗാന്ധി ഗാർഗിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരൊക്കെ ഉപദേശിക്കാൻ തോന്നരുത്. കാരണം ഇന്നലത്തെ ഒരു പ്രസ്താവന കാണുന്നത്, വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് വന്നാൽ മതി അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന്. ഇവിടെ ഒരു രാഹുൽ, ഇവിടെ ഗാർഗജി, ഒരു മുന്നണി സമ്പ്രദായം നിങ്ങൾ തുടങ്ങി അവർ ആരും ഒഴിവാക്കാൻ നോക്കരുത്. എന്ത് പോരായിക്കിടയിലും അവർ കൂടെ നിർത്തണം. അതായത് ഞാൻ അതിൻ്റെ ഫിലോസഫി പറയാം. ഒരാളിൽ നമ്മൾ ഉൾക്കൊള്ളുകയും അയാളെ നമ്മളിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ മഹാനാകുന്നത്. ഞാൻ ഒരിക്കലും പറയാം, ഒരാൾ നിങ്ങളിൽ ഉൾക്കൊള്ളിക്കുകയും നിങ്ങൾ അയാളിൽ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് മാന്യനാകുന്നത്. അപ്പം അങ്ങനെ ഒരു നിങ്ങളുടെ കൂടെ വന്ന് ഏതെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അവനെ കൂടെ നിർത്തണം അറ്റ് എനി കോസ്റ്റ്. അല്ലാതെ അവനെ ഓടിപ്പോട്ടെ, അത് തെറ്റാണ്. അത് നിങ്ങൾക്കൊരു മാതൃകയുണ്ടല്ലോ, കള്ളന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ജയപ്രകാശ് നാരായൺ നിങ്ങളറിയില്ലേ, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളല്ലേ, ഇന്ത്യൻ പൗരനല്ലേ, മരിച്ചുമില്ലേ. അദ്ദേഹം കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി ഒരു മുന്നണി ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. ആ പ്രസ്ഥാനത്തെ പേരെന്തായിരുന്നു? ജനതാ പാർട്ടി എന്നാണ്. അറിയില്ല, ജനതാ പാർട്ടി, ജനതാ ദളല്ല, ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടി രൂപം കൊടുത്തപ്പോഴേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞോടോ, രാഹുലെ, പ്രിയങ്ക, ഗാർഗിലെ, അത് നിങ്ങൾക്കും ബാധകമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞറിയോ? ഇതിൽ ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല. മറ്റൊന്ന്, ഇതിൽ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഉണ്ടായിരിക്കണം എന്നല്ല, ഉണ്ടാകും, ഉറപ്പാണ് പറഞ്ഞത്. അൺലൈക്ലി കണ്ടീഷനല്ല, ഉറപ്പാണ് പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിനകത്ത് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. മറ്റൊന്ന്, അദ്ദേഹം ഒരു സ്ഥാനം ഏൽക്കില്ല. അത് വിജയിച്ചില്ലേ? പക്ഷെ ഗാർഗെ, നിങ്ങളെന്ത് വിജയിക്കാതെ പോയത്? രാഹുലെ, നിങ്ങളെന്ത് വിജയിക്കാതെ പോയത്? നിങ്ങൾ ഈ പറഞ്ഞ പോളിസി നോക്കില്ല. നിങ്ങൾ അവനെ തൊടില്ല, ഇവിടെ തൊടില്ല, നിങ്ങൾക്കെല്ലാം സ്ഥാനം വേണം, കഴിവെങ്കിൽ പ്രധാനം വേണം. രാഹുൽ പിന്നെ അവസാന കാലത്ത് നമുക്ക് കുഴിയിലേക്ക് പോകാറില്ല. നമ്മുടെ ഗാർഗയ്ക്ക് ഒരു മോഹം, ഒരു പ്രധാനമന്ത്രി സ്ഥാനം ഒരു നിമിഷം കിട്ടിയിരുന്നു. മോഹം ആർക്കും ചെയ്യാൻ തെറ്റില്ല. പക്ഷേ രാഹുലിനും മോഹം ഉണ്ടായിരിക്കില്ലായിരിക്കില്ലല്ലോ. നിങ്ങൾ ശ്രമിച്ച് തെറ്റായിപ്പോയി. ഇപ്പോൾ നിങ്ങളുടെ വാക്ക് തെറ്റാണ്. നിങ്ങൾ ഇപ്പോൾ രണ്ട് കാര്യം പറയണം. ഗാർഗിയാണെങ്കിലും രാഹുലാണെങ്കിലും എന്താ പറയേണ്ടത്? BJP ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരിക്കണം. ക്ഷണിക്കണം, വരുന്നൊരു മതി, വരാത്തൊരു പോട്ടെ, ക്ഷണിക്കണം, ആരും മാറ്റി നിർത്തരുത്. അപ്പോൾ നിങ്ങൾ തൃണമൂൽ കോൺഗ്രസ് പോയിക്കോട്ടെ, ഞങ്ങളിങ്ങ് ഒറ്റക്ക് പോയിരിക്കും. ആ ഒരു ധിക്കാരം പറയാനുള്ള അജ്ഞതയുള്ള വാക്ക് എത്ര മോശമാണ്. ഇപ്പോൾ വേറൊരു അപകൂടി വരാൻ പോകുന്നറിയോ? ഈ വധേര സ്നേഹം തോന്നി കോൺഗ്രസ്സുകാർ പൊക്കി പിടിച്ച് എന്തെങ്കിലും കാരണത്തിൽ പാർട്ടിയിൽ കൊണ്ടുവന്നാൽ അന്ന് തീരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ പ്രവർത്തനം. അപ്പം BJP എടുത്തിടും. അഴിമതി കൂത്തരങ്ങാണ്. വെറും ഒരു ചെറിയ ഒരു ഇരുമ്പ് ഒരു പിന്നെന്താണ് പാത്രക്കടയിൽ നിന്ന് കോടാനുകൂടി രൂപ എങ്ങനെയാണ് ഇയാൾ ഉണ്ടാക്കിയത്? 1700 കോടിയായിട്ട് ഇയാളെ ഫണ്ടിന് കൊടുത്തേക്കാണ്. അത് BJP ഫണ്ടിലേക്ക്. ഇവിടുന്ന് ഈ പണം കിട്ടി ഒന്നുമില്ലായിരുന്ന വെറൊരു എന്താണ് അലൂമിനിയം പാത്രമല്ല, മറ്റേ പറയുന്നത് പാത്രക്കച്ചവടക്കാരൻ, ചെമ്പ് പിച്ചള പാത്രക്കാണ്. ആ കച്ചവടക്കടയിൽ നിന്ന് എങ്ങനെയാണോ ഇത്ര 1000 കോടി രൂപ ഉണ്ടാക്കിയത്? ഇത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരുന്ന ഇയാൾ ഇത് BJP പറയാതിരിക്കുമോ? 1500-1700 കോടിയായിട്ട് BJP കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവർ കണക്കാക്കില്ല. അവർക്ക് ആവശ്യം കിട്ടി അവർ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ദുർബുദ്ധിയൊന്നും കോൺഗ്രസ് തോന്നരുത്, പ്രതി രാഹുൽ ഗാന്ധിക്ക് തോന്നരുത്, പ്രിയങ്ക് തോന്നരുത്. ഭർത്താവാണൊക്കെ സേവ് ഉണ്ടാകില്ല, അതൊക്കെ മാറ്റി നിർത്തണം. തൽക്കാലം ഒരു 10 വർഷത്തേക്കും വരരുത്. നിങ്ങൾ പൂർണ്ണമായിട്ടും അധികാരത്തിൽ വരുന്നവർ വെച്ചാൽ എന്തും ചെയ്യും, അല്ല വന്നാൽ അത് തകർത്ത് കളയും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരെയും നിങ്ങൾ കൂടെ ഒഴിവാക്കരുത്, ഒരാൾ പോലും ഒഴിവാക്കരുത്. ആ ഒഴിവാക്കാതെ നിങ്ങൾ കൂടെ നിർത്തി മുന്നോട്ട് പോകണം. നിങ്ങളിപ്പോഴും മുന്നണി കൈകാര്യം കാര്യത്തിൽ നിങ്ങൾ അൺഫിറ്റാണ്. രാഹുലത, പ്രിയങ്കത, കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. ഗാർഗിലാണിത്, ഗാർഗെ അല്ലെങ്കിൽ ആ വാക്ക് പറയാവോ? തൃണമൂൽ വിടാൻ പറ്റുമോ? അവർക്ക് അറിയപ്പെടുന്ന പ്രസ്ഥാനമല്ലേ, സ്വന്തമായിട്ട് പശ്ചിമ ബംഗാൾ ഭരിക്കുന്നതല്ലേ, അവരെ കൂടെ നിർത്തണ്ടേ? നിങ്ങൾ സ്റ്റാലിൻ കണ്ടുപിടിക്കുക. സ്റ്റാലിൻ എന്ത് ചെയ്ത്? ഈ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ അതുപോലെ പിന്നെ SDPക്ക് അവിടെ സീറ്റ് കൊടുക്കാനുള്ളൂ. എന്നിട്ട് അവർ കൊടുത്തില്ലേ, കൂടെ നിർത്തില്ല. അവർ ആരും പുറത്തുവിടാതിരിക്കാൻ വേണ്ടി. ആ ബുദ്ധി നിങ്ങൾ എന്ത് കാണിക്കാത്തത്?
അവിടെ ദയവ് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടി കാര്യത്തിൽ നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലെ ആനുകൂല്യം കിട്ടി, ജനാധിപത്യം നിലനിൽക്കാൻ വേണ്ടി, മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി കിട്ടിയെങ്കിലും അതൊക്കെ എത്ര കാലം, അതിലൊക്കെ ഒരു മാറ്റം വന്നേക്കാം. അതുകൊണ്ട് ആ മാറ്റം വരുന്നതിന് മുൻപ് നിങ്ങൾ ഒന്ന് ശ്രമിച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ പ്രസ്ഥാനം, പ്രതിപക്ഷം പ്രസ്ഥാനം ഭരണപക്ഷം ആകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് പോരായിരുന്നു. ജയ് ഹിന്ദ്.